വായിലലിഞ്ഞു പോണ നല്ല അടിപൊളി മാംഗോ പുഡിംഗ് നമുക്ക് ക്വിക്കായിട്ടൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ പാലൊഴിച്ചിട്ട് അതൊന്ന് ചൂടായി തുടങ്ങണ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ഇതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂടായി തുടങ്ങിയ ഈ ഒരു പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് തന്നെ ആക്കിയെടുക്കുക കേട്ടോ. മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നത് തന്നെയുള്ളൂ. ഇതിപ്പോൾ കണ്ടോ ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ചെറിയ ചൂടോടുകൂടെ ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇതുപോലെ ഒന്ന് തിക്കായിട്ട് ഇരിക്കണം കേട്ടോ. ഇനി ഒന്ന് തണുത്ത് വരണ ആ സമയത്ത് നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് മാംഗോ പ്യൂരിയൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ ഒരു മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്കൊരു ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കുക. പിന്നെ ഒരു മാങ്ങ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമ്മുടെ മാംഗോ പ്യൂരിയിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഈ ഒരു കസ്റ്റാർഡിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് തണുക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഞാനിത് ചേർത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു കസ്റ്റാർഡ് വരും. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർക്കുക. ആവശ്യത്തിന് തന്നെ നന്നായിട്ട് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചൂടുണ്ടായിരിക്കണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോഴായിരിക്കും ബ്രെഡിലേക്കൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു കസ്റ്റാർഡ് മിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിന് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റസ്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ബിസ്ക്കറ്റോ റസ്കോ ഒക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പാലിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ബാക്കി വന്ന നമ്മുടെ ആ ഒരു മാംഗോ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതും വശങ്ങളിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മാംഗോ പ്യൂരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് മാങ്ങ കഷ്ണങ്ങളും മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 മണിക്കൂർ കുറഞ്ഞത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും.